കൊല്ലം പത്തനാപുരത്ത് ഭാര്യയെയും മകളെയും വെട്ടിയ ശേഷം യുവാവ് തീ കൊളുത്തി മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ അഞ്ജുവിനെയും മകൾ ആരുഷയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ വഴക്കാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. മിഥുൻ മുരളിയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. മിഥുൻ, എപ്പോഴായിരുന്നു സംഭവം? ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു ഒരു സംഭവം ഉണ്ടായത്. നടുക്കിയ ദാരുണ സംഭവം ഉണ്ടായത്. ഓട്ടോ തൊഴിലാളിയായ രൂപേഷ് 38 വയസ്സുള്ള ആളാണ്. ഭാര്യയെയും 10 വയസ്സുകാരി മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനു ശേഷം സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. ഈ ഭാര്യയും മകളെയും തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരാവസ്ഥയിലായിരുന്നു രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം ഇവരുടെ ആരോഗ്യനില ഭേദകരമാണ്. ഈ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനു ശേഷം ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഈ രൂപേഷിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണ് രൂപേഷിന്റെ മൃതദേഹം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. കുടുംബ വഴക്കാണ് ഈ പ്രശ്നത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ നാളുകളിലായിട്ട് ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ തുടർച്ചയായിട്ടാണ് ആത്മഹത്യയും ആക്രമണവും ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. 10 വയസ്സ് മാത്രമുള്ള മകളെയും ഭാര്യയുമാണ് ഇയാൾ ആക്രമിച്ചിരിക്കുന്നത്. ഭാര്യയുടെ മുഖത്തിനാണ് വെട്ടേറ്റത്. രണ്ടുപേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. രണ്ടുപേരുടെയും ആരോഗ്യനില ഭേദകരമാണെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വിഷ്ണു. മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.